ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇപ്പോൾ CPN മെസ്സേജിലൊക്കെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഫസ്റ്റ് ടൈമൊക്കെ മുമ്പ് ചെയ്തവർക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്വന്തമായി ചെയ്യണോ അതോ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകണോ എന്ന് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജായിട്ട്. അപ്പോൾ അവരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്, ഇനി വരാത്തവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ സൈറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരാനായി ചാൻസ് ഉണ്ട്. കാരണം സൈറ്റ് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വരികയായിരിക്കും, ബാക്കി വരാത്ത ബറ്റാലിയനും കൂടിയിട്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ വന്നവരുടെ എന്താണ് ചെയ്യേണ്ടത് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് 593/2023 പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ സ്കാൻഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ക്ലിയർ ഇമാജിൽ ഫോളോഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ദയവേത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോവുക. പിന്നെ അതേമാതിരി അടുത്തുള്ള അക്ഷയ സെൻറ്ററിലൊന്നും പോകാതിരിക്കുക. മീൻസ് PSC ഓഫീസോ അങ്ങനെ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ അതിനടുത്ത് പോകണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. കാരണം ഈ അധികം കമ്പ്യൂട്ടർ സെൻറ്ററുകാർക്ക് ഇത് എങ്ങനെ സ്കാൻ ഡോക്യുമെൻറ്റ് എങ്ങനെ എവിടെ കയറ്റേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഉണ്ടായില്ല. ഏറ്റവും നല്ലതെന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ലതെന്ന് വെച്ച് പറഞ്ഞാൽ PSC ഓഫീസിനടുത്തുണ്ടോ അല്ലെങ്കിൽ നന്നായി അറിയണവർ അടുത്ത് പോവുക. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ് ഇതായില്ല വെച്ച് ഒറിജിനൽ കറക്റ്റായിട്ട് സ്കാൻഡായിട്ട് അവർ പറയുന്ന ആ സൈസിൽ തന്നെ കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് കയറ്റിയില്ല വെച്ച് പറഞ്ഞാൽ പിന്നെ അവർ വിളിക്കും. വെരിഫിക്കേഷൻ സമയത്തൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർ വിളിക്കുക. ഓക്കെ. പിന്നെ ആൾറെഡി ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തവർക്കാണെങ്കിൽ ഇപ്പോൾ SSLC മെയിനായിട്ട് ഇപ്പോൾ പറയണത് എന്താ വെച്ച് പറഞ്ഞാൽ ആധാർ അപ്ലോഡ് ചെയ്യണം, മെയിനായിട്ട് ഒറിജിനൽ മാർക്ക് ഷീറ്റ്. അതിപ്പോൾ +2 ലെവലായതുകൊണ്ട് 10ാം ക്ലാസ് വേണം, +2 വേണം. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ആധാർ വേണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അത് SSLC മതിയാവും. പിന്നെ ഇനി വെയിറ്റേജ് എന്തെങ്കിലും NCC എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെന്താണ് നോൺ ക്രിമിനൽ ലെയർ അത് എന്തായാലും എടുക്കണം. അത് സ്റ്റേറ്റ് പർപ്പസ് മതി, അത് വേഗം കിട്ടുമായിരിക്കും. പിന്നെ STSC സർട്ടിഫിക്കറ്റ് അതൊക്കെ വേഗം എടുക്കാൻ നോക്കുക. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ച് പറഞ്ഞാൽ സ്വന്തമായി അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിയും സ്വന്തമായിട്ട് ചെയ്യാനിരിക്കുക. കാരണം PDF സൈസ് അവർ പറയുന്ന സൈസ് തന്നെ കിട്ടണം. അവർക്ക് സൂം ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ അറിയുന്ന അവരോട് ചോദിക്കുക, PSC അപ്ലോഡ് ചെയ്യാനാണ്, അപ്പോൾ അത് അറിയോ എന്ന് ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, പോയി അപ്ലോഡ് ചെയ്യാം. അവർ പറയുന്ന സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അത് പ്രത്യേക സൈസ് ഉണ്ട്. ആ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകമായ സൈസ് ഉണ്ട്, അതേമാതിരി ഫോർമാറ്റും ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാ വെച്ച് പറഞ്ഞാൽ അപ്ലോഡ് ആവും. ബട്ട് എന്താ വെച്ച് പറഞ്ഞാൽ അവർ വിളിക്കും, പിന്നെയും VSF വിളിച്ചിട്ട് ഇത് കറക്റ്റല്ല ശരിയാക്കണം പറയും. അപ്പോൾ കറക്റ്റായിട്ട് അറിയുന്ന കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇത് ഇത്ര ദിവസം കുറച്ചുകൂടി നീട്ടി കിട്ടും. പക്ഷേ നിങ്ങൾ വേഗം വില്ലേജിൽ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് പറഞ്ഞാൽ വേഗം പോയി പറഞ്ഞാൽ നോൺ ക്രിമിനൽ ആയാലും SC/ST സർട്ടിഫിക്കറ്റ് ആയാലും എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പോയിട്ട് വില്ലേജ് ഓഫീസിൽ പറയാം, ഓഫീസ് ഇതിനാണ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വേഗം ചെയ്യാം. പിന്നെ SSLC അതൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ മാസം ഇപ്പോൾ ലാസ്റ്റ് ആയില്ല, അപ്പോൾ അടുത്ത മാസം ഇപ്പോൾ അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്തായാലും റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ എക്കണോമിക് വീക്ക്സ് EWS ഒക്കെ വേഗം പോയി എടുക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുന്ന ഇതാണല്ലോ. അപ്പോൾ അത് വേഗം ചെയ്യാൻ നോക്കുക. അങ്ങനെ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നോക്കാം, ബാക്കി കാര്യങ്ങൾ പിന്നീട്.